ഫുൾ ഓപ്ഷൻ വണ്ടിയിലേക്ക് കൂടുതലും ആ ഒരു ബൂട്ടി കൂടെ എല്ലാ വയറും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എക്സ്ട്രാ ഫിറ്റിംഗിൽ ആംബിയൻസ് ലൈറ്റോ അങ്ങനെ ചെയ്യുമ്പോൾ വയർ ഇടാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി എക്സ്ട്രാ വയറിംഗ് വലിക്കാനായിട്ട് ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ കമ്പനി എല്ലാ വണ്ടിയും കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ പോലെ നമ്മൾ എല്ലാ ഡോറിലും ആക്ച്വേറ്റേഴ്സും സെറ്റ് ചെയ്തിട്ട് സെൻട്രൽ ലോക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട 60-55 വാട്ട്സിലുള്ള ബൾബ് അതിൽ വരും കേട്ടോ, ഈ ഇങ്ങനത്തെ കമ്പനി വരുന്ന എല്ലാ ബൾബിലും. അപ്പൊ അത് മാറിയിട്ട് നമ്മൾ 150 വാട്ടിലുള്ള ബൾബ് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ 360 4 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് വിടുന്നൊക്കെ ഞാൻ കാണാറുണ്ട് ഓരോരോ വീഡിയോസിലൊക്കെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 എങ്ങനെ പോലെ ഒരു ദിവസം മേലെ എടുക്കും. കാരണം റെഫറൻസിൽ നമ്മൾ ആൻഡ്രോയിഡിലും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. റെഫറൻസ് സീരീസ് ഉണ്ട്, ഇത് കഴിഞ്ഞിട്ടുള്ള സീരീസ് നമുക്ക് ആംബ് വെച്ച് ബൂസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം. ഇത് വയർ കട്ട് ചെയ്തിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? ഇപ്പൊ ഒരു വണ്ടി നമുക്ക് വയർ കട്ട് ചെയ്തിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ പണ്ടത്തെ മെറ്റേഡാണ്. നമ്മൾ ആ ഒരു സോക്കറ്റ് വരും, അത് കട്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുന്ന സംഭവം. ഈ ബീഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഡോർ പേഡിന്റെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ക്രോസ് ആയിട്ട് വയറിട്ടിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ടായിട്ട് നമ്മളെ സ്റ്റീരിയോ പോകാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. 3300 തൊട്ട് ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, ഒറിജിനലി കോവാക്സിൽ സ്പീക്കേഴ്സ് ഉണ്ട്. അത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 1000 തൊട്ടിട്ട് ഡാമ്പിംഗ് ഷീറ്റുകൾ ഉണ്ട് കേട്ടോ. 1000, 1250, 1200, 1350, 1550 അങ്ങനെ ഓരോരോ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഡാമ്പിംഗ് ഷീറ്റിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൂടും. കമ്പനി വയറിംഗ് വേറെ, 360 വയറിംഗ് വേറെ എന്നൊക്കെ ആകുമ്പോൾ അത് പണി പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു കിയ കാരൻസ് ബേസ് മോഡലാണ് നമുക്ക് വന്നിട്ടുള്ളത്. A to Z വർക്ക് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ബേസ് മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ ആൻഡ്രോയിഡോ അതേപോലെ തന്നെ ചെറിയ സ്റ്റീരിയോ പോലും ഇല്ല. അപ്പൊ അത് നമുക്ക് വയറിംഗ് ഒന്നും എക്സ്ട്രാ വലിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വയറിംഗ് ഒക്കെ എല്ലാ ഡോറിലേക്കും അതേപോലെ തന്നെ സ്റ്റീരിയോ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സോക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പീക്കേഴ്സ് വയറും അതിന്റെ ആ ഒരു സ്റ്റീരിയോ ഓൺ ആവുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ ആ ഒരു സോക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ 360 ആണ് ചെയ്യുന്നത്. നമ്മൾ സ്മാർട്ട് ഓഡിയോയുടെ ഒരു അടിപൊളി സ്റ്റീരിയോ ചെയ്യണത്. നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ച റൈറ്റ് ആണ് കേട്ടോ. 2x32 ഉണ്ട്, ഇതിന്റെ 4x64 ഉണ്ട്, അതേപോലെ തന്നെ സിം ഇടുന്ന സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചെയ്യണത് നമ്മൾ 4x32 വരുന്ന 2 വർഷം വാറണ്ടി ഉള്ള ഒരു ഇൻഫോടൈൻമെന്റാണ് ഇത് സെറ്റ് ചെയ്യണത്. 1080p 1080 ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള, നൈറ്റ് ആയിരുന്നു നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു 360 ആണ്. ഒരുപാട് വീഡിയോ ഇട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഡിക്കിയിലേക്ക് വയറിംഗ് വരും, അതേപോലെ തന്നെ 2 മിററിലേക്കും വരും കേട്ടോ, ഡ്രൈവർ സൈഡ്, പിന്നെ ഫ്രണ്ട് ബമ്പറിലേക്കാണ് വരുന്നത്. അപ്പൊ ആ ഒരു ക്യാമറയുടെ ഫിറ്റ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പീക്കേഴ്സ് ഇതിൽ വേണം നമുക്ക് ഓപ്ഷനിലായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെ 3500 തൊട്ടിട്ട് 3300 തൊട്ട് ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്, ഒറിജിനലി കോവാക്സിൽ സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ചെയ്യണത് ഇൻഫിനിറ്റി പ്രൈമ സീരീസ് ആണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ കോമൺ സ്പീക്കേഴ്സ്, അതിന്റെ തന്നെ പ്രൈമ സീരീസിന്റെ തന്നെ കോവാക്സ് സ്പീക്കേഴ്സ് ആണ് ബാക്ക് ഡോറിൽ ചെയ്യുന്നത്. ബാക്ക് ഡോറിൽ ഇതിൽ 5.25 വരിക കേട്ടോ, 6 ഇഞ്ച് ഉള്ള വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് ഇട്ടിട്ട് വേണം ആ ഒരു സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ടുള്ളത്. വയറിംഗ് ഒന്നും ഞാൻ പറഞ്ഞു, വയറിംഗ് ഒന്നും സെപ്പറേറ്റ് വരയ്ക്കേണ്ട, അതന്നെ വലിയ ആശ്വാസം കേട്ടോ. കറക്റ്റ് ആയിട്ട് ഫിറ്റ്മെന്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൈമസ് കോമ്പോണന്റ് ഫ്രണ്ട് മാത്രം വേണമെങ്കിൽ ആംബ് ബൂസ്റ്റ് ചെയ്യാം. അത് പിന്നീട് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നീടായാലും നമുക്ക് ആ ഒരു കോമൺ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ആംബ് വെച്ച് ബൂസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഡാമ്പിങ് ഞാൻ പറഞ്ഞു, ഡാമ്പിങ് വൈബ്രേഷനും അതേപോലെ തന്നെ ഡോറിന്റെ ഒരു ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു 1000 തൊട്ടിട്ട് ഡാമ്പിംഗ് ഷീറ്റുകൾ ഉണ്ട് കേട്ടോ. 1000, 1250, 1200, 1350, 1550 അങ്ങനെ ഓരോരോ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് ഡാമ്പിംഗ് ഷീറ്റിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൂടും. പിന്നെ ഇതിൽ ബേസ് മോഡൽ വണ്ടി കൊണ്ട് തന്നെ ഇതിൽ മാനുവൽ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ മുമ്പത്തെ പോലെ നമ്മൾ എല്ലാ ഡോറിലും ആക്ച്വേറ്റേഴ്സും സെറ്റ് ചെയ്തിട്ട് സെൻട്രൽ ലോക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട. ഇതിൽ ഇപ്പോൾ അതാണ് നമ്മളെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് നമ്മൾ ആക്ച്വേറ്റേഴ്സ് ചെയ്യണ വണ്ടികളിൽ ഒരു 6-7 മാസം ആകുമ്പോഴേക്കും അതിന്റെ മോട്ടർ കംപ്ലൈന്റ് ആവാൻ ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടത്തെ ഇപ്പോൾ സ്വിഫ്റ്റും നെക്സോണൊക്കെ നമ്മൾ സെപ്പറേറ്റ് ബേസ് മോഡൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു 6 മാസം നമുക്ക് സർവീസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതെന്തായിട്ട് കംപ്ലൈന്റിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കസ്റ്റമേഴ്സും പറയാറുണ്ട് 6 മാസം ആകുമ്പോഴേക്കും നമുക്ക് സർവീസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിൽ മാനുവലായിട്ട് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഓരോരോ ആക്ടിവേറ്റേഴ്സ് ഒന്നും മോട്ടറൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, മാനുവൽ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളെ ഫ്ലിപ്പ് കീ സെൻട്രൽ ലോക്കാണ് ഇതിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കേട്ടോ. നൈസായിട്ട് നമ്മൾ ആ ഒരു മാനുവൽ യൂണിറ്റിലേക്ക് നമുക്ക് കണക്ട് ചെയ്താൽ മാത്രം മതി സെൻട്രൽ ലോക്കിന്റെ ആ ഒരു യൂണിറ്റിന്റെ വയറിംഗ് കിറ്റ് കേട്ടോ. അപ്പോൾ ഫ്ലിപ്പ് കീ നമ്മളിപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. 2 കീ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 കീ ഫ്ലിപ്പ് കീയും 1 കീ നമ്മളെ നോർമൽ ആ ഒരു ഹാങ് ചെയ്ത് വെക്കുന്ന ആ ഒരു സെൻട്രൽ ലോക്കിന്റെ കീ വരിക കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഹെഡ് ലാമ്പിന്റെ ബൾബ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പാർക്ക് ബൾബും ഇത് വാം ലൈറ്റ് ആയിരിക്കും, അലോജൻ ബൾബ് ആയിരിക്കും വരിക. LED ആക്കുന്നുണ്ട്, 2 പാർക്ക് ലൈറ്റും പൊസിഷൻ ലാമ്പും അതേപോലെ തന്നെ ഹെഡ് ലാമ്പും LED ആക്കുന്നുണ്ട്. ഇതിൽ 60-55 വാട്ട്സിലുള്ള ബൾബ് അതിൽ വരിക കേട്ടോ, ഈ ഇങ്ങനത്തെ കമ്പനി വരുന്ന എല്ലാ ബൾബിലും. അപ്പൊ അത് മാറിയിട്ട് നമ്മൾ 150 വാട്ടിലുള്ള ബൾബ് ഇടുന്നുണ്ട്. ഇതിൽ H4 അല്ല കേട്ടോ, H4ന്റെ ആ ഷേപ്പ് ആണെങ്കിലും കണ്ടോ, H4 നമ്മൾ നോർമൽ ഹെഡ് ലൈറ്റിന്റെ H4 വരിക.
H4 ഷേപ്പ് ആണെങ്കിലും H90 എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഇതിൽ ബൾബിന്റെ വാട്ടും ആ ഒരു ഫിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ചെറിയൊരു കട്ടിങ് വരും, കണ്ടില്ലേ, ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ് വരും രണ്ട് സൈഡിലും. അതാണ് H90 ആവണം. ഇത് H4 ബൾബ് ഇടാൻ പറ്റില്ല. വേണമെങ്കിൽ ഇത് H4 ഹെഡ് ലാമ്പിൽ ഈ ഒരു H90 ഇടാട്ടോ ആണെങ്കിൽ. അപ്പോൾ ഇത് 140 വാട്ട് 1 ഇയർ റീപ്ലേസ്മെന്റ് ഉള്ള ഒരു ഹെഡ് ലാമ്പിന്റെ ബൾബ് അതിലിടുന്നത്. പാർക്ക് ലൈറ്റും കൂടി മാറുന്നുണ്ട്. ഹോണ് ഞാൻ പറഞ്ഞായിരുന്നു, ഹോണിൽ പക്ഷേ ഇതിൽ ഹ്യുണ്ടായുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹോൺ ഇതിൽ വന്നിട്ടുണ്ട്. വിൻഡ് ടോൺ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ പ്രൈം സീരീസിന്റെ ഒരു കോമ്പോണന്റും കോവാക്സിലും കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബാക്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോണ ആ ഒരു ഇൻഫിനിറ്റി പ്രൈം സീരീസിന്റെ കോവാക്സിൽ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ്, നല്ല ക്ലാരിറ്റി ഉള്ള ലൈറ്റാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് കോമ്പോണന്റ് സ്പീക്കേഴ്സ് ആണ്, കണ്ടില്ലേ, 2-way സ്പീക്കേഴ്സ് ആണ് കേട്ടോ. അത് കോവാക്സിൽ ഇത് 2-way സ്പീക്കേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ തന്നെ റെഫറൻസ് സീരീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന്റെയും കോവാക്സിലും കോമ്പോണന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് കാപ്പ സീരീസ് ആണ്. അത് ആംബ് കാര്യങ്ങളൊക്കെ ബൂസ്റ്റ് ചെയ്താലാണ് അത് വർക്ക് ചെയ്യുള്ളൂ. റെഫറൻസിൽ നമ്മൾ ആൻഡ്രോയിഡിലും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. റെഫറൻസ് സീരീസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള സീരീസ് നമുക്ക് ആംബ് വെച്ച് ബൂസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാം. ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് റെഫറൻസ് സീരീസ് ഒക്കെ കൊടുക്കും. 3 AV സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കുന്ന വെച്ചാൽ കൂടുതൽ ഫുൾ ഓളിയൊക്കെ വെക്കുമ്പോൾ ചെറിയ പതർച്ച കാര്യങ്ങളൊക്കെ വരും. കാരണം ആ ഒരു സെറ്റ് എടുക്കാണ്ട് വരുമ്പോൾ അതിന്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആ പതർച്ച വരുന്നത്. അതുകൊണ്ട് തന്നെ ആംബ് ബൂസ്റ്റ് ചെയ്തിട്ടാണ് റെഫറൻസ് സീരീസ് ഒക്കെ കൊടുക്കുക. ഇത് പിന്നെ പ്രൈമറി സീരീസ് തൊട്ട് താഴെയുള്ള സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻഡ്രോയിഡിലും ഡയറക്റ്റ് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കൂടുതലായാലും നമ്മൾ ഇൻഫിനിറ്റി റെഫറൻസ് സീരീസ് ആണ് ആംബ് വെച്ച് ബൂസ്റ്റ് ചെയ്യാറ്. പിന്നെ നമ്മളെ ഷോപ്പിലുണ്ട് ESP ഓഡിയോ ഉണ്ട്. അതേപോലെ തന്നെ DDയുടെ കൂടി സീരീസ് ഉണ്ട്. പൈനിയറിന്റെ കോമ്പോണന്റ് സീരീസ് കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓസൈലിന്റെ പ്രീമിയം സ്പീക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ചെയ്യണത് അപ്പൊ ഈ സംഭവമാണ്, അത് എത്തത്തിലുള്ളൂ. പിന്നെ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം, നമ്മൾ റെയിൻ ഗാർഡുള്ള സ്പേസർ ഇൻസ്റ്റാളേഷൻ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മളെ വെള്ളം ഇറങ്ങിയിട്ട് ഇതിലേക്ക് ഈർപ്പം കയറി ആ ഒരു സ്പീക്കേഴ്സ് എന്തൊരു 6-7 മാസം നമ്മൾക്ക് അടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ റെയിൻ ഗാർഡിന്റെ സ്പേസർ മസ്റ്റ് ആയിട്ട് തന്നെ എല്ലാ വണ്ടിയിലും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ കിയ കെയറൻസിന്റെ ഒരു സോക്കറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സ്പീക്കേഴ്സ് വയറും അതേപോലെ തന്നെ സപ്ലൈക്ക് വരുന്ന സോക്കറ്റ് ആണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാ 360യുടെ ആ ഒരു സോക്കറ്റ് കേട്ടോ, സ്റ്റീരിയോ ഓൺ ആവാനുള്ള ഒരു സോക്കറ്റ്. പലർക്കും ഡൗട്ട് ഉണ്ട്, ഇത് വയർ കട്ട് ചെയ്തിട്ടാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വണ്ടി നമുക്ക് വയർ കട്ട് ചെയ്തിട്ടൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ പണ്ടത്തെ മെത്തേഡാണ്. നമ്മൾ ആ ഒരു സോക്കറ്റ് വരും, അത് കട്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യുന്ന സംഭവം കേട്ടോ. അതൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ എല്ലാ വണ്ടിയുടെയും യൂണിവേഴ്സൽ ആയിട്ടും അതേപോലെ തന്നെ ഓരോ വണ്ടിയുടെ ആയിട്ടുള്ള സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കൂടുതലും ഉണ്ടായുടെ ഒക്കെ ഈ ഒരു ഷേപ്പിലുള്ള സോക്കറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സുസുക്കിക്കും ടയോട്ടയ്ക്കും ഓരോരോ വണ്ടിയുടെ കമ്പനി അനുസരിച്ച് മാറ്റങ്ങൾ വരും. പിന്നെ ഇതിൽ നമുക്ക് 360യുടെ വയറിംഗ് ഒക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മിററും നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നമ്മൾ ആ ഒരു ബൂട്ടിന്റെ സൈഡിൽ കൂടെ ഒക്കെ തന്നെ വയർ പോകട്ടോ. ചില വണ്ടിയെ കാണാറുണ്ട് 360യും അതേപോലെ തന്നെ സെപ്പറേറ്റ് ഡോറിലേക്കൊക്കെ വലിച്ചിട്ട് സ്പീക്കേഴ്സ് വയറൊക്കെ നമ്മൾ ഈ ഒരു ബൂട്ട് തുറന്നിട്ട് ഈ ബൂട്ട് തുറക്കാണ്ട് നമ്മൾ ഈ ബീഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ ഡയറക്റ്റ് ഇങ്ങനെ വലിച്ചിട്ട് ഡോർ പേഡിന്റെ ക്രോസ് ആയിട്ട് ഇതിങ്ങനെ ഈ ഒരു ക്രോസ് ആയിട്ട് വയറിട്ടിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ടായിട്ട് നമ്മളെ സ്റ്റീരിയോ പോകാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഇൻഡിക്കേറ്ററിന്റെ വയറൊക്കെ ആണെങ്കിൽ ആ ഒരു ഇൻഡിക്കേറ്ററിന്റെ ഫ്യൂസ് വലിച്ചു പോകാൻ അല്ലെങ്കിൽ പിന്നെ വണ്ടിയുടെ വയറിങ്ങിനെ ബാധിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും ഇടാണ്ടിരിക്കുക. അതൊക്കെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറയട്ടെ 360 4 മണിക്കൂർ കൊണ്ടൊക്കെ ചെയ്ത് വിടുന്നൊക്കെ ഞാൻ കാണാറുണ്ട് ഓരോരോ വീഡിയോസിലൊക്കെ. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360 എങ്ങനെ പോലെ ഒരു ദിവസം മേലെ എടുക്കും. കാരണം കമ്പനി പോകുന്ന വയറിങ്ങിന്റെ അനുസരിച്ച് വേണം നമ്മൾ ആ ഒരു 360യുടെ വയറിംഗ് കൊണ്ടുപോകാനായിട്ട്. കമ്പനി വയറിംഗ് വേറെ 360ന്റെ വയറിംഗ് വേറെ എന്നൊക്കെ ആകുമ്പോൾ അത് പണി പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് എങ്ങനെയാണോ വയറിങ്ങിട്ട് പോണേ അതിലെ തന്നെ ആ ഒരു ബൂട്ട് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പൊ ഏതൊരു വണ്ടി ആയാലും ഏത് ഡോറായാലും അതിലേക്ക് ഒരു ബൂട്ട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോറിലേക്കോ വണ്ടിയിലേക്കോ വെള്ളം കയറാണ്ടിരിക്കാനായിട്ടുള്ള ഒരു ബൂട്ട്. അതേപോലെ തന്നെ ആ ബൂട്ടിന്റെ ഉള്ളിൽ കൂടെയാണ് ഏതൊരു വയറായാലും പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് സെപ്പറേറ്റ് നമ്മൾ വേണമെങ്കിൽ ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വയറിംഗ് പോകാനായിട്ടൊരു ബൂട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. ചില വണ്ടിയിൽ നമുക്ക് വയറിംഗ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല ആ ബൂട്ടിൽ കൂടെ. കാരണം കറക്റ്റ് ആയിരിക്കുള്ള ഒരു മെഷർമെന്റിലായിരിക്കും ആ ബൂട്ട് വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ കൂടുതലും ആ ഒരു ബൂട്ടിൽ കൂടെ എല്ലാ വയറും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് എക്സ്ട്രാ ഫിറ്റിംഗിൽ ആംബിയൻസ് ലൈറ്റോ അങ്ങനെ ചെയ്യുമ്പോൾ വയർ ഇടാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി എക്സ്ട്രാ വയറിംഗ് വലിക്കാനായിട്ട് ഒരു ബൂട്ട് കാര്യങ്ങളൊക്കെ കമ്പനി എല്ലാ വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലെ ആ ബൂട്ടിൽ കൂടെ മാത്രം വയറിംഗ് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ വെള്ളം കയറാനും അതേപോലെ തന്നെ ആ ഒരു വയറിംഗ് ഷോർട്ട് ആവാൻ കാര്യങ്ങളൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോ ഇങ്ങനത്തെ വീഡിയോ ഒരുപാട് കാലമായി ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇപ്പോ റീൽസ് ടൈപ്പ് BGM ഒക്കെ ഇട്ടിട്ടാണ് ഇടാറുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ബേസ് മോഡൽ വണ്ടി എല്ലാ ഇപ്പൊ നെക്സോൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ ഇപ്പൊ ഒരു വെറൈറ്റി വണ്ടി വന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാന്നുള്ളൂ. പിന്നെ ടൈം ഒരു വലിയ കാര്യമാണല്ലോ. അവിടുന്ന് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 12 മണി 1 മണിയൊക്കെ ആവും എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ഇങ്ങനെ തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. ഇനി പരമാവധി ശ്രമിക്കാം ഇങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ എന്തായാലും വീഡിയോ ചെയ്യാം. ഇതിന് ഞാൻ പറഞ്ഞു 5.25 സ്പീക്കേഴ്സ് വരണേ എന്നുള്ളത്. ഒന്നെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് 6 ഇഞ്ച് സ്പീക്കേഴ്സ് ഇൻസ്റ്റാളേഷൻ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സ്പേസർ ഇട്ടിട്ട് ഇത്തിരി പൊന്തിച്ചിട്ട് സ്പീക്കർ ഇൻസ്റ്റാളേഷൻ ചെയ്യാം. അപ്പോ ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തായിട്ടും കഴിഞ്ഞിട്ട് ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിലും റീലും കാര്യങ്ങളൊക്കെ ഇട്ട് കാണിക്കാം. അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം.